ഹായ്, എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ പൊളിറ്റിക്സിനെ ബേസ് ചെയ്ത് BPSC 103 പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ്സ് ആൻഡ് ഡിബേറ്റ്സ് എന്നുള്ള ടെക്സ്റ്റിൽ നിന്നുള്ള 15ാമത്തെ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ടൈറ്റില് മൾട്ടി കൾച്ചറാലിസം ആൻഡ് ടോളറൻസ് അക്കോമഡേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ എ പ്ലൂറൽ സൊസൈറ്റി എന്നതാണ് ടൈറ്റില്. നമുക്ക് അതിൽ നിന്നും ഏതാനും ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. എന്താണ് കൾച്ചർ? അതായത് നമ്മൾ കൾച്ചർ എന്ന് ചിന്തിച്ചാൽ അതിന് വിപുലമായ ഒരു അർത്ഥമുണ്ട്. ഇൻ മാക്രോ സെൻസ്, കൾച്ചർ ഈസ് ദ വേ ഓഫ് life for the people and their values, beliefs and practices. അപ്പോൾ മൾട്ടി കൾച്ചറാലിസം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളാർന്ന സംസ്കാര തനിമയുള്ളത് എന്നതാണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും കൾച്ചർ എന്താണ്, ഐഡൻറ്റിറ്റി എന്നുള്ള തരത്തിൽ നാം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു വിപുലമായ അർത്ഥത്തിലേക്ക് നോക്കിയാൽ എന്താണ് കൾച്ചർ? ഇതൊരാളുടെ, ഒരു വ്യക്തിയുടെ അവൻ്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന എല്ലാ ആസ്പെക്റ്റും കൾച്ചറിൻ്റെ ഭാഗമാണ്. ദെയർ വാല്യൂസ്, ദെയർ ബിലീവ്സ് ആൻഡ് ദെയർ പ്രാക്ടീസസ്, എവറിത്തിങ്. സോ ദെയർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് നേച്ചർ. കൾച്ചറും നേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് കൾച്ചറും നേച്ചറും തമ്മിൽ വ്യത്യാസം? കൾച്ചർ എന്ന് പറയുമ്പോഴേക്കും അത് ഞാൻ പറഞ്ഞു എന്താണ്, ഇറ്റ് പാസ്ഡ് ഓൺ ഫ്രം വൺ ജനറേഷൻ ടു അതർ ബൈ ലേണിംഗ് റാദർ ദാൻ ത്രൂ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. അതായത് ഒരാൾ ചുവട് പിടിച്ച് നാം അയാളിൽ നിന്നും പലതും പഠിച്ചു പോരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ബാക്കിൽ കാണുന്നത് വെസ്റ്റർമാർക്ക്, ഫിലോസഫർ, സോഷ്യോളജിസ്റ്റ് ഹെർബർട്ട് വെസ്റ്റർമാർക്ക് എന്ന് പറയും. ഇങ്ങനെ പല പേരുകളിൽ അല്ലെങ്കിൽ പല നിലകളിലെ ഒരു പ്രൊഫസർ എന്ന നിലകളിലൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ കൾച്ചർ എന്നത് ഒരാളുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഒരു പക്ഷേ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന പഠിച്ചെടുക്കുന്ന കുറേയധികം മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊള്ളതായിരിക്കും. മറിച്ചത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉള്ളതായിരിക്കില്ല. ഓക്കെ, then there is a difference between culture and nature. Culture is passed on from one generation to the other by learning rather than through biological inheritance. So thus culture encompasses tradition, religion, language, moral principles and social norms. ഇവയെല്ലാം കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്തെല്ലാം വിടും? ഇതിലൂടെ കടന്നു വരുന്നതാണ് ട്രഡിഷൻ, റിലീജിയൻ, ലാംഗ്വേജ്, മോറൽ പ്രിൻസിപ്പിൾസ്, സോഷ്യൽ നോംസ്, ഇവയെല്ലാം വരുന്നുണ്ട്. ദെൻ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഓർ ദ പൊളിറ്റിക്സ് ഓഫ് ഡിഫറൻസ് ഈസ് ഇൻക്രീസിങ് റെക്കഗ്നിഷൻ ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് ഇൻ എ സൊസൈറ്റി. അപ്പോൾ വൈവിധ്യമുണ്ട്, സാംസ്കാരിക വൈവിധ്യമുള്ള സമൂഹമാണ്. അപ്പോൾ ആ വൈവിധ്യത്തിൽ ഒരു തിരിച്ചറിവ്, ഒരു ഐഡൻറ്റിറ്റി, എന്താ പറയുക, നമുക്കതിൽ നിന്നും ഒരു ഐഡൻറ്റിറ്റി നൽകുന്നു എന്ന് പറയുന്നത് എന്താ? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിയൽ എന്ന തരത്തിൽ. അപ്പോൾ പൊളിറ്റിക്സിൽ ഈ പറയുന്നതെല്ലാം തന്നെ എന്ത് നൽകുന്നതാണ്? വ്യത്യസ്തതകളാർന്ന ഇങ്ങനെയുള്ള പലതുമുണ്ട്. കൾച്ചർ അതിൽ ഒരുപാട് കാര്യങ്ങളിൽ, അതായത് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസിനുപരിയായിട്ട് ട്രഡിഷൻ, റിലീജിയൻ, ലാംഗ്വേജ്, ഇവയെല്ലാം വ്യത്യസ്തങ്ങളായിട്ട് നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോഴേക്കും. അവിടെ മോറൽ പ്രിൻസിപ്പിൾസിന് പ്രാധാന്യമുണ്ട്, സോഷ്യൽ നോംസിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഓർ ദ പൊളിറ്റിക്സ് ഓഫ് ഡിഫറൻസ്, വ്യത്യസ്തമായ പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്സിൽ അവർക്ക് കിട്ടുന്ന ഒരു ഐഡൻറ്റിറ്റി, ഇവയെല്ലാം തന്നെ എന്താണ്? increasing recognition of cultural differences in a society. So we can say that the concept of culture is the central to multiculturalism. അപ്പോൾ വൈവിധ്യമാർന്ന കൾച്ചർ, സാംസ്കാരിക പൈതൃകം എന്ന് പറയുമ്പോഴേക്കും അവിടെ നിലവിലുള്ള പാരമ്പര്യം, മതം, ഭാഷ, ധാർമ്മിക മൂല്യങ്ങൾ, സാമൂഹിക മൂല്യങ്ങൾ, ഇതെല്ലാം വിഭിന്നമാണ്. ഓരോ കമ്മ്യൂണിറ്റിയും പിന്തുടർന്ന് പോരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വിഭിന്നമായതുകൊണ്ട് തന്നെ മൾട്ടി കൾച്ചറാലിസം എന്ന ആ ഒരു സെൻറ്ററിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും ഈ കൾച്ചറിലൂടെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. സോ ഡിഫറെൻറ്റ് മീനിങ്സ് ഹാവ് ബീൻ അറ്റാച്ച്ഡ് ടു കൾച്ചർ by different theorists, and this is in turn
ഹാസ് ഷേപ്ഡ് ദെയർ ഐഡിയാസ് ഓൺ മൾട്ടികൾച്ചറാലിസം. അപ്പോൾ പലരും സോഷ്യൽ തിങ്കേഴ്സ് ഉണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്, ഇവരെല്ലാവരും കൾച്ചറുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഐഡിയാസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ഐഡിയാസിൽ നിന്ന് തന്നെയാണ് മൾട്ടി കൾച്ചറാലിസം എന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വ്യത്യസ്തമാർന്ന ആശയത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഐഡൻറ്റിറ്റി, ഇപ്പോൾ ജാതിയുടെ പേരിൽ ഒരു ജാതി പറയുമ്പോൾ ആ ജാതിയിലുള്ള എല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അവർ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ്, അല്ലേ? അതൊരു തിരിച്ചറിയലാണ്. അപ്പോൾ അവർക്കതെന്ത് നൽകും? അതൊരു സെൻസ് ഓഫ് യുണീക്ക്, ഞങ്ങൾ ഒന്നാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് സെൽഫ്ഹുഡ് എന്ന രീതിയിൽ നിലകൊള്ളുന്നതാണ് ആ ഒരു കമ്മ്യൂണിറ്റി. അങ്ങനെ ഇൻഡിവിജ്വൽസിന് അവരുടെ മേലിൽ പർട്ടിക്കുലർ കൾച്ചർ അല്ലെ ഒരു പർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഇത്തരത്തിലെല്ലാം അവർക്കൊരു തിരിച്ചറിയൽ നൽകപ്പെടുന്നതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി അതെങ്ങനെയാവാം? ദാറ്റ് മേ ബി മൾട്ടിപ്പിൾ, ലൈക്ക് ജെൻഡർ, റിലീജിയൻ, എത്നിസിറ്റി എക്സെട്ര. സോ ഇറ്റ് മാഗ്നിഫൈസ് ആൻ ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി എന്നത് ഇക്വേറ്റഡ് വിത്ത് ഡിഫറൻസ്, ആ അവെയർനെസ് ഓഫ് ഡിഫറൻസ് ഫർദർ മാഗ്നിഫൈസ് ആൻ ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ഒരു വ്യക്തിയുടെ ഇങ്ങനെ ഒരു തിരിച്ചറിവ്, അതായത് ഞാൻ ഇന്നതിൻ്റെ ഭാഗമാണ്, ഇന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ആ ഗ്രൂപ്പിൽ ഞാൻ ഉൾപ്പെടുന്നതാണ്, അതെനിക്കൊരു തിരിച്ചറിവാണ് എന്ന തരത്തിലൊരു ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി അത് നൽകുന്നത് അയാളുടെ മതം, അയാളുടെ റിലീജിയൻ, അയാളുടെ ഒരു എത്നിസിറ്റി, അയാൾ ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിറ്റി, ഇതെല്ലാം അയാൾക്ക് ഐഡൻറ്റിറ്റി നൽകുന്നുണ്ട്. പക്ഷേ എന്നാൽ അതിനൊപ്പം തന്നെ അവിടെ ഒരു ഡിഫറൻസ് ഓഫ് അവെയർനെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫർദർ മാഗ്നിഫൈസ് ആൻ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. ദിസ് ഹാസ് ലെഡ് ടു ദി പൊളിറ്റിക്സ് ഓഫ് റെക്കഗ്നിഷൻ, ദെയർ ബൈ മീനിങ് ഡിഫറൻസ് ഷുഡ് ബി എംബ്രേസ്ഡ്. അപ്പോൾ വ്യത്യസ്തങ്ങളായ മീനിങ് ഇവിടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് മൾട്ടി കൾച്ചറാലിസം എന്ന കൺസെപ്റ്റിന് അതിലൂടെ കിട്ടുന്ന ഒരു തിരിച്ചറിവ്, അതിലൂടെ പൊളിറ്റിക്സിൽ വന്നു ചേരുന്ന ഒരു വ്യത്യസ്തതയാർന്ന ഒരു എന്താ പറയുക, ഒരു അംഗീകാരം, പൊളിറ്റിക്സിനെ അംഗീകരിക്കുന്നത് എല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു കുറേ നാളുകൾക്ക് മുമ്പുള്ള പോസ്റ്റ് കൊളോണിയൽ തിയറീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള തിയറീസ് എല്ലാം തന്നെ ഡെവലപ്പ് ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം, അതായത് സെക്കൻഡ് വേൾഡ് വാർ, പോസ്റ്റ് കൊളോണിയൽ പീരീഡ്, ഇവിടെയൊക്കെ ഈ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ആശയപരമായ ആ ഒരു ഉണർവ് ദാറ്റ് ബിക്കെയിം ദ ബേസിസ് ഓഫ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്. അതായത് രാഷ്ട്രീയത്തെ തിരിച്ചറിയാനുള്ള ഐഡൻറ്റിറ്റി ഈ പറയുന്നതെല്ലാമായിരുന്നു, ഈ ഒരു കൾച്ചറലിസം ആയിരുന്നു. ഏത് കാസ്റ്റ്, ഏത് മതം, ഏത് കമ്മ്യൂണിറ്റി, ഇതെല്ലാം രാഷ്ട്രീയത്തിന് നൽകുന്ന ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു. ദേ സോട്ട് ടു ചലഞ്ച് ആൻഡ് ഈവൻ ഓവർടേൺ ടു കൾച്ചറൽ ഡയമെൻഷൻ ഓഫ് ഇമ്പീരിയൽ റൂൾ ബൈ എസ്റ്റാബ്ലിഷിംഗ് ദ ലെജിറ്റിമസി ഓഫ് നോൺ വെസ്റ്റേൺ ആൻഡ് ഈവൻ ആൻറ്റി വെസ്റ്റേൺ പൊളിറ്റിക്കൽ ട്രഡീഷൻ ആൻഡ് ഐഡിയാസ്. അത് പണ്ടിവിടെ നിലനിന്നിരുന്ന പഴയ ആ ഒരു വെസ്റ്റേൺ ആൻഡ് നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ഓഫ് പൊളിറ്റിക്സ് നോക്കിയാലും ആ പൊളിറ്റിക്സിന് അടിത്തറയായിട്ട് നിലനിന്നിരുന്നത് ഈ കൾച്ചറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയാം. ആ ഘടകങ്ങൾ ഓരോ ഗ്രൂപ്പിനും നൽകിയിരുന്ന സെൽഫ്ഹുഡ്, അതുപോലെ തന്നെ വ്യക്തികളുടെ ഒരു ഐഡൻറ്റിറ്റി, അതെല്ലാം ഇക്വേറ്റ് ചെയ്യുന്ന തരത്തിലുണ്ടാകുന്ന കുറേ ആസ്പെക്ട്സ്, അവയെല്ലാം പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ചരിത്രരേഖകളെല്ലാം തെളിവാക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. സോ വാട്ട് യു മീൻ ബൈ മൾട്ടി കൾച്ചറാലിസം? യു സി, കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് മൾട്ടി കൾച്ചറലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇറ്റ് ഹാസ് ബീൻ എ ഫീച്ചർ ഓഫ് വേരിയസ് സൊസൈറ്റീസ് ഫോർ എ ലോങ് ടൈം. അതായത് കുറേ നാളുകളായിട്ട് നമ്മളിത് വൈവിധ്യമാർന്ന ഒരു സാംസ്കാരിക പൈതൃകമുള്ള നാടാണ്. വേഷം, ഭാഷ, അതേപോലെ തന്നെ മോറൽ വാല്യൂസ്, അതുപോലെ ബിലീവ്സ്, ദെൻ ട്രഡീഷണൽ വാല്യൂസ്, ഇവയെല്ലാം തന്നെ ഓരോരുത്തരിലും വിഭിന്നമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മോറൽ വാല്യൂസ് വ്യക്തികളിൽ ഒരേപോലെ ആവാം, പക്ഷേ ഇന്ന് ജനങ്ങൾ അതിനൊന്നും കാര്യമായ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതായിരിക്കും ചിന്തിക്കുമ്പോഴേക്കും. സോ ഡിഫറൻറ്റ് ട്രഡീഷൻസ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ്റ് ഗ്രീസ്. ഇപ്പോൾ ഗ്രീസ് എന്ന ഒരു പുരാതന നഗരം, ആ നഗരത്തിലേക്ക് നോക്കിയാൽ പണ്ടുകാലം മുതലേ അവിടെ പലതരത്തിലുള്ള പാരമ്പര്യമായ പല ഡയലക്ട്സും പലതരത്തിലുള്ള ആചാരങ്ങൾ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഒട്ടോമൻ എംപയർ ഉണ്ടായിരുന്ന സമയത്ത് മൈനോറിറ്റീസ് ലൈക്ക് ക്രിസ്ത്യൻസ് ആൻഡ് ജൂസ് എക്സിസ്റ്റഡ് അപ്പാർട്ട് ഫ്രം മുസ്ലിംസ്. അതായത് അവിടെ മൈനോറിറ്റി വിഭാഗമായിട്ടുണ്ടായിരുന്ന വിഭാഗമാണ് ജൂസ്, അതുപോലെ തന്നെ ജൂതന്മാരെന്ന് പറയില്ലേ, അതുപോലെ ക്രിസ്ത്യൻസ്. ഇവർ മുസ്ലിംസിൽ നിന്നെല്ലാം വേറിട്ട് മാറി നിന്നിരുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ മുസ്ലിംസ് എന്ന് പറയുന്നതായിരുന്നു അവിടെ മജോറിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ കേസൊക്കെ നോക്കുമ്പോഴേക്കും അവർക്ക് മൈനോറിറ്റി കാസ്റ്റിന് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി, ഞങ്ങൾ മൈനോറിറ്റി
കാസ്റ്റാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൾച്ചറാലിസം, അവരുടേതായ ഒരു സംസ്കാരം, ഇതൊക്കെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം പരിശോധിക്കുക. ഇന്ത്യ, കാനഡ, US, UK, ന്യൂസിലാൻഡ്, ഫ്രാൻസ് ഇവയെല്ലാം തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യങ്ങളായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ന് നോക്കുമ്പോഴേക്കും ലോകത്തിൽ മൊത്തത്തിൽ നോക്കിയാൽ ഇന്ന് വർദ്ധിച്ചു വരുന്നൊരു ചുറ്റുപാടാണുള്ളത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഹാസ് ഇൻക്രീസ്ഡ് എറൗണ്ട് ദ വേൾഡ് ആൻഡ് ഹൈലി ഹോമോജീനിയസ് കൺട്രീസ് ലൈക്ക് ജപ്പാൻ ആർ ബിക്കമിങ് റെയർ എക്സാമ്പിൾ. ഹോമോജീനിയസ് ആയിട്ട് എല്ലാ ഫാക്ടേഴ്സിലും ഒരേപോലെ കാണുന്ന ഒരു എക്സാമ്പിൾ എടുത്തു പറയാനായിട്ട് അത് ജപ്പാനായിട്ടാണ് പറയുക. സോ ഡൈവേഴ്സിറ്റി, വൈവിധ്യം, വ്യത്യാസം, that can be many types and some of the main types of diversity. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും വ്യത്യസ്തത പുലർത്തുന്നത്? These factors may be in the form of religious diversity, diversity based on location, linguistic diversity, ഭാഷ, racial diversity, അവരുടെ വർഗം, കുലം, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്താണ്? We know India is a good example of the country with diverse cultures. വൈവിധ്യമാർന്ന സംസ്കാര പൈതൃകമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ വൈവിധ്യങ്ങളാർന്ന മതപരമായ വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അതുതന്നെയാണ് അവരുടെ ഡ്രസ് കോഡ്, പബ്ലിക് ഹോളിഡേയ്സ്, ഫെസ്റ്റിവൽസ്, പ്രാക്ടീസസ്, ഇതെല്ലാം അവർ മതപരമായിട്ടുള്ള ആ ചടങ്ങിൻ്റെ ബേസിലാണ് ഇവരുടെ ഓരോരോ ഡ്രസ് കോഡ് തന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സോ ദ റിലീജിയസ് ഗ്രൂപ്പ്സ് ഓഫൺ ഡിഫറൻഷിയേറ്റ് ഫ്രം ഈച്ച് അതർ ത്രൂ ഫാക്ടേഴ്സ് ലൈക്ക് ഡ്രസ് കോഡ്, പബ്ലിക് ഹോളിഡേയ്സ്, ഫെസ്റ്റിവൽസ് ആൻഡ് പ്രാക്ടീസസ് റിലേറ്റഡ് ടു ദെയർ സെലിബ്രേഷൻ. അടുത്തത് ഏതാണ്? ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ വൈവിധ്യം എങ്ങനെയാണ്? യു സീ ദെയർ മേ ബി ഗ്രൂപ്പ്സ് ഹു സീ ദംസെൽസ് ആസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതേഴ്സ്. അല്ലാതെ പല പല വിഭാഗങ്ങൾ. ഇപ്പോൾ ഓരോ വിഭാഗവും മറ്റു വിഭാഗത്തിൽ നിന്നും എങ്ങനെയൊക്കെയോ വ്യത്യസ്തത പുലർത്തുന്നു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഡ്യൂ ടു ദെയർ സ്പെസിഫിക് ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസ്. അതായത് അവരുടെ ആ ഒരു റീജിയണൽ ബേസിലാണ് ആ വ്യത്യാസം. ഉദാഹരണം എടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇൻ ദി UK, Scots distinguish themselves from others due to their location in the north, although their culture is not significantly different from others. അതായത് UK-യിലെ സ്കോട്ട്സ് എന്നുള്ളൊരു വിഭാഗം, അവരൊരു വടക്ക് തെക്കെന്ന് പറയുന്നത് പോലെ അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോർത്താണ്. അപ്പോൾ ആ നോർത്തിലുള്ള ഈ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തുള്ള അവരുടേതുമായിട്ട് പ്രത്യേകിച്ച് ഡിഫറൻ്റ് അല്ല. എന്നാൽ തന്നെ അവർക്ക് എന്തുണ്ട്? വൈവിധ്യം ഉണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് ഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഏതാണ്? ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയാണ്. എങ്ങനെയാ? ഭാഷാപരമായ വ്യത്യാസം. So language is another basis for the existence of diversity in a country. You see some examples include Quebec in Canada, then Uyghurs, Uyghurs, Uyghurs in China and Catalans in Spain. ഭാഷാപരമായ വ്യത്യാസം അത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ എങ്ങനെയാണ്? നമ്മൾ മലയാളികൾ എന്ന രീതിയിൽ കേരളത്തിൽ മലയാളം സംസാരിക്കുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴല്ലേ, അപ്പോൾ അത് അവരുടെ ഇടയിൽ അവർക്ക് തമിഴായിരിക്കും കൂടുതൽ വശം. അപ്പോൾ ഭാഷാപരമായിട്ട് നമ്മുടെ ആശയവിനിമയത്തിന് ചില പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇത് രാജ്യത്തിനുള്ളിൽ തന്നെ വൈവിധ്യം ഉണ്ടാക്കുകയാണ് ഈ ഭാഷാപരമായ വ്യത്യാസം എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് എന്ന രീതിയിൽ കുറേ പ്രദേശങ്ങളും കുറേ രാജ്യങ്ങളുമായിട്ടാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്തത് റേഷ്യൽ ഡൈവേഴ്സിറ്റിയാണ്. വർഗപരമായിട്ട് വെച്ചാൽ അവരുടെ കുലം, അവരുടെ ആ ഒരു ജന്മന അവരുടെ ഒരു കുലം എന്ന് പറയുമ്പോഴേക്കും അവരുടെ വർഗം എന്നൊക്കെ പറയില്ലേ, അതാണ്. സോ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഗീവ്സ് റൈസ് ടു ഡൈവേഴ്സിറ്റി. ഭൗതികമായ സവിശേഷതകളും വ്യത്യാസങ്ങൾ ഇവരിൽ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തിനെ അടിസ്ഥാനപ്പെടുത്തി? ബേസ്ഡ് ഓൺ RICE. ഹൗവർ ദീസ് ഡിഫറൻസസ് ഷുഡ് ലീഡ് ടു എ കോമൺ ഐഡൻറ്റിറ്റി. അപ്പോൾ ജനിക്കുന്നത് ഗോത്രം, കുലം, അവരുടെ വർഗം എല്ലാ മനുഷ്യരും ഒരേ കുലത്തിലാണോ ജനിക്കണേ? അല്ലല്ലോ. വ്യത്യസ്ത കുലത്തിൽ ജനിക്കുന്നു, വ്യത്യസ്ത വർഗത്തിൽ ജനിക്കുന്നു. പക്ഷേ ഈ വ്യത്യാസങ്ങളെല്ലാം തന്നെ അവർക്കൊരു കോമൺ ഐഡൻറ്റിറ്റി നൽകുന്നുണ്ട്. ദാറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ദാറ്റ് ഗ്രൂപ്പ് ഫ്രം അതേഴ്സ്. അത് അവരുടെ ആ ഒരു ഗ്രൂപ്പ്, ഇന്ന ഗ്രൂപ്പ്, അതിൽ നിന്നും വേറൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും വ്യത്യാസം. ഉദാഹരണം, ഇപ്പോൾ ഒരു റൈസ് എന്ന രീതിയിൽ ഒരു ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരു വർഗത്തിൽ ജനിച്ച കുറേ അധികം ആൾക്കാർ അതിൽ തന്നെ ഒരു വിഭാഗമായിട്ട്, ഇപ്പോൾ ഉദാഹരണം എടുക്കുക, ഹട്ടസ്, HUTUS, ഹട്ടസ്, അതുപോലെ തന്നെ ടുട്സിസ് ഇൻ റോണ്ട എന്ന പ്രദേശത്തുള്ള ഒരു റൈസാണ്, ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഗോത്രമാണ് ഏത്? ടുട്ടിസ്. അതേപോലെ തന്നെ
ആരാണ്? ഹട്ടസ്. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരും അവിടെ ആരാണ്? അവിടുത്തെ റേഷ്യൽ ആയിട്ട് വ്യത്യാസമാണ്. അവർ ഒരു കൂട്ടർ ജനിച്ചത് ഈ ടുട്ടിസ് എന്ന വിഭാഗമാണ്, മറ്റൊരു കൂട്ടർ ഹട്ടസ് എന്ന വിഭാഗമാണ്. അപ്പോൾ അത് അവരുടെ ആ കുലവുമായി ബന്ധപ്പെട്ട് ഗോത്രവുമായി ബന്ധപ്പെട്ട വ്യത്യാസത്തെയാണ് ഇതെടുത്ത് കാണിക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി മെൻഷൻ ദാറ്റ് റൈസ് ഹാസ് എ ലിമിറ്റഡ് റോൾ ഇൻ മൾട്ടി കൾച്ചറൽ ഡിസ്കോഴ്സ്. അപ്പോൾ മൾട്ടി കൾച്ചറലായിട്ട് എന്താ പറയുക, ഫലപരമായ പലതരത്തിലുള്ള സാംസ്കാരികപരമായ വൈവിധ്യങ്ങൾ, വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോഴേക്കും അത് ഇങ്ങനെ ഒരേ ഏരിയയിൽ തന്നെ പല കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ ഭാഷയും വ്യത്യാസമായിരിക്കും, അപ്പോൾ അവിടെയും വ്യത്യാസമുണ്ടാക്കാം. അപ്പോൾ അങ്ങനെ അവിടെ റേഷ്യൽ ഡിഫറൻസ് വന്നു ചേരാം. സോ മൾട്ടികൾച്ചറാലിസം, വൈവിധ്യമാർന്ന സാംസ്കാരിക പൈതൃകം, ഇതെവിടെയാണ്? പൊളിറ്റിക്കൽ തിയറിയിൽ അപ്പിയർ ചെയ്തിട്ടത് 1970കളിലും 80കളിലുമായിരുന്നു. Multiculturalism appeared in political theory in the 1970s and 1980s when it was used to denote a shift in public policy away from assimilation of ethnic minorities and immigrants towards the integration and acceptance of diverse cultures in countries like Canada and Australia. അതായത് കാനഡ, ഓസ്ട്രേലിയ മുതലുള്ള രാജ്യങ്ങളിലേക്കുണ്ടല്ലോ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. 1970-80 കാലഘട്ടം എത്തിയപ്പോഴേക്കും കുറച്ച് രാജ്യത്തെ ജനങ്ങളുടെ അവിടെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട പബ്ലിക് പോളിസിയിൽ ഒരു മാറ്റമുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കുറേ അധികം ആൾക്കാർ, മൈനോറിറ്റിയിലുള്ള ആൾക്കാർ ഇമിഗ്രൻ്റായിട്ട് ഇങ്ങോട്ട് വന്നു. ആ ഇമിഗ്രൻ്റായിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോഴേക്കും അവിടെ അവരുടെ നാട്ടിലുണ്ടായ ആ കൾച്ചർ നേരെ കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ എത്തപ്പെട്ടപ്പോഴേക്കും അവിടെ നിലവിലുള്ള കാനഡിയനും ഓസ്ട്രേലിയനുമായിട്ടുള്ള ജനങ്ങളുമായിട്ട് അവർ ചേർന്നപ്പോഴേക്കും അവിടെ ഒരു വൈവിധ്യമാർന്ന കൾച്ചർ അവിടെ രൂപപ്പെടുവാനായിട്ട് ഇടയായി എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ മൾട്ടി കൾച്ചറാലിസം എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ. വൈവിധ്യമാർന്ന ഭാഷ, വേഷം, മതം, റേസ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള വ്യത്യാസങ്ങളാണ് കൾച്ചറാലിസം. അത് മൾട്ടി കൾച്ചറാലിസം എന്ന തരത്തിലേക്ക് രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മൾട്ടി കൾച്ചറാലിസം എന്ന ടേം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ടു ഡിസ്ക്രൈബ് സൊസൈറ്റി ഇൻ വിച്ച് ഡിഫറൻറ്റ് കൾച്ചേഴ്സ് ക്യാൻ ബി കോ എക്സിസ്റ്റ്. ദെൻ ഇറ്റ് സിഗ്നിഫൈസ് അറ്റംപ്റ്റ് ടു ബാലൻസ് ഡൈവേഴ്സിറ്റി അഗെയിൻസ്റ്റ് കൊഹഷൻ. Multiculturalism not only recognizes cultural diversity but also advocates that such differences should be respected and publicly affirmed. It maintains respect for cultural differences and does not favor assimilation of minority culture into the dominant one. Okay, അപ്പോൾ ഇത്തരത്തിൽ മൾട്ടി കൾച്ചറാലിസത്തെ സംബന്ധിച്ച് പല ജാതി, മതം ഇവരെല്ലാവരെയും തമ്മിൽ ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് ഒരു ഐഡൻറ്റിറ്റി എല്ലാവരും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു സംസ്കാരത്തിൻ്റെ രൂപമാണ് മൾട്ടി കൾച്ചറാലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.